നമ്മുടെ പടം എവിടെ? ടിക്കറ്റ് ഇവിടെ കൂടുതൽ 2 ആൾ വരാണ്ട്. അത് നോക്കുമ്പോഴാണ് ആദ്യത്തെ പടം കുളിക്കുകയാണ് പറയണത്. 6:15 ഷോ. ഇത് മൈക്ക്, ഇത് മൈക്ക്, ഇത് റിസീവർ. അല്ല ഇത് കൊണ്ടേ കണക്കാണോ? അതല്ലേ പറഞ്ഞേ. ഇപ്പൊ കേക്കില്ലേ? ബ്ലൂടൂത്ത് അല്ലേ, എത്രയായാലും ഉണ്ടാവൂലോ. ഹലോ 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 ഹലോ. കുളിക്കുകയാണ് ആദ്യത്തെ ഇപ്പോഴും കുളിക്കുകയാണ്. 5:55 6:15 ഷോ. അപ്പോൾ നമ്മൾ വന്നിക്കണ ഏത് ഷോയ്ക്കാണ്? ഗസ്റ്റ് യു ഗൈസ്. ഗോൾഡനല്ല, ഡിറ്റക്റ്റീവ് ജയിലൊക്കെ പോയി. നമ്മൾ വന്നിരിക്കുന്നത് ചോട്ട മുംബൈ. തലൈവരേ, എത്ര മുതലാണ്? 13 നടു കിട്ടണം. 13 മുതൽ അങ്ങോട്ട് നീക്കാം, അങ്ങോട്ട് നീക്കാം. ഞാൻ നാട്ടിലില്ലാത്ത ആളല്ലേ. സെൻസർ കിട്ടുള്ള പരിപാടി കേട്ടോ. ബാറ്റിന് ഫോൺ കൊടുത്തോളൂ. 12 മുതലാ ഉറപ്പല്ലേ? 13 കേട്ടോ. ആദ്യ സീറ്റല്ലേ. ഇനി നന്നാവാൻ നാടുവിടണ്ട. നാട് വിട്ട് നന്നാവട്ടെ. കൊച്ചിയിലെ നമ്മുടെ എടപ്പള്ളിയിലെ ഫ്യൂച്ചറൈസിലും ഏത് സിനിമ എടുത്ത സ്പൈ യൂണിവേഴ്സ് വാർ ടു ഗായ്സ്, അങ്ങനെ നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത് ചോട്ട മുംബൈ 2ാം റിലീസ് കാണാനാണ്. ചോട്ടാ മുംബൈ 6 ഗായ്സ്, ചോട്ടാ മുംബൈ കാണാൻ വന്നിരിക്കുകയാണ്. വളരെ അടിപൊളി സിനിമ. ചോട്ടാ മുംബൈ 6 തിയേറ്ററുകളിൽ. അതിനായിട്ട് എന്താണ് പറയാനുള്ളത്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പണ്ടത്തെ പോലെ പറയണ്ടോ? ഞാൻ ഒരു 4-5 കൊല്ലമായിട്ട് സ്ഥിരം തിയേറ്ററിൽ വരുന്ന ഒരാളാണ്. പക്ഷേ ഇത് ഇത്ര തിയേറ്റർ എക്സ്പീരിയൻസ് വേറൊരു ഉണ്ടായിരുന്നില്ല. കിഡിലും ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. അല്ല, പടം കണ്ടതാണ്, പക്ഷേ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് എന്തായാലും കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഓളം, നിങ്ങളെ കണ്ടില്ലേ? ഭയങ്കര വൈബാണ്. ക്രൗഡ് ഫുള്ള് വിഷയമാണ്. മൊത്തം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളാണ്, ഹൗസ് ഫുള്ളാണ് തോന്നുന്നു. പിന്നെ ക്രൗഡും വിഷയമാണ്. പിന്നെ ഈദാണെന്ന് അപ്പോൾ എല്ലാവർക്കും റിലേറ്റഡ് ഇത് മറക് സെക്കൻഡ് ഹാഫ് വെയിറ്റിംഗ് ആണ്.
എന്താ ചെയ്യാ, നമ്മുടെ വണ്ടി മുക്കിലേ പോയാലോ. മുക്കിൽ പെട്ടുപോയി ഗൈസ്. തിരക്കല്ലേ വീട്ടിലേക്കണ് അതൊക്കെ എന്നാ ടാക്സ് വെച്ചില്ലേ? ദിലീപൻ ടാക്സ് അടിക്കാൻ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പിരിച്ചോണ്ടേ ഞങ്ങൾ ടാക്സ് കളിച്ചില്ലേ. അന്ന് ഇറങ്ങുമ്പോ ഇങ്ങനെ ഓളാണ്ടാവില്ല. പാട്ടുണ്ട്, ഒരു പാട്ട് ഒറ്റ പാട്ടുകൾ പാടുന്നത്. ആ പാട്ട് പാട്ടല്ലേ ഞാനവിടെ തന്നെയാണ്. ആകെ 3 പാട് ഡയറക്റ്റ് ചെയ്തു. മുംബൈ ഫസ്റ്റ് പടം രാജമാണിക്യം, സെക്കൻഡ് ചോട്ടാമ്പലി, മൂന്നാമത്തെ ഉസ്താദ് ഹോട്ടൽ. 3 പാടം ഇത്രേ ഉള്ളൂ. ഓരേ പേരില്ലേ പേര് പക്ഷേ അയാൾ ഫിലിം ഇൻഡസ്ട്രി എടുത്ത് ഹിറ്റിലൊക്കെ ഉണ്ടായിട്ട് ആരും വിഷയിക്കുക. അയാൾ പ്രൊഡക്ഷനിലൊക്കെ വേഗം എടുത്ത് പോവാം. വണ്ടി എത്ര പെട്ടെന്ന് എടുത്ത് പോവാം. അതെ നമുക്ക് ഇവിടെ നിന്നാണ്. ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യണം ഗൈസ്. ചോട്ട മുമ്പേ കഴിഞ്ഞു. ഷോർട്ട് ബ്ലോഗ്. താങ്ക് യു. പട്ടാമ്പി ടീ സ്റ്റോളാണ് ഗൈസ്. ഇവിടുത്തെ ഫേമസ് ആണ് ടീ സ്റ്റോൾ. പാലിമല കുച്ചോന്ന് പാലിമല കുച്ചോന്ന് പാലിമല കുച്ചോ ഇരിക്കുന്നു വേണ്ട. ചായ കുടിച്ച് കഴി. പട്ടാമ്പി ടീ സ്റ്റോൾ, പട്ടാമ്പി പാലം. ഇപ്പം എല്ലാവരും വീട്ടിൽ പോവാണ്. ഇന്നും കൂടി അവസാനം തന്നെയാണ് എൻ്റെ. ഗായ്സ് നമ്മൾ ചോട്ട മുമ്പേ കണ്ട് അടിച്ച് പൊളിച്ച് ഒരു ചായയും കുടിച്ച് നമ്മൾ പിരിയുകയാണ്. അതിൽ മോഹൻലാൽ മരിക്കുക അവസാനം. വളരെ വിഷമായി. ചോട്ട മുംബൈയിലെ വില്ലൻ കലാപമണിയാണ്. അതിൽ പിന്നെ വിനായകൻ മരിക്കും ചെയ്യും. അതിന്റെ ദേഷ്യത്തിലാണ് വരണത്. ലാലേൻ്റെ അച്ഛനായിട്ട് സായികുമാറാണ്. സ്പോയിലർ ഞാൻ ബീപ്പ് ചെയ്ത് വിടാം. നിങ്ങളെല്ലാം സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഭയങ്കര എന്താ പറയുക, എൻഗേജിങ് ആണ് മൂവി. വീട്ടിൽ വ്ളോഗ് എന്താ പറയണ്ടേ അറിയാം. എല്ലാവർക്കും നമസ്കാരം. ഹായ് കൊടുത്തു. എല്ലാവർക്കും നമസ്കാരം. ഹായ്. ചോട്ടോമ്മ കണ്ടുവരാണ്. എന്നിട്ട് കണ്ടുവരാണ്. സിനിമ പോരാ. അടിപൊളിയല്ലേ ചോട്ടോമ്മ? സിനിമ അടിപൊളിയല്ലേ? ആ ചോട്ട മുംബൈ അടിപൊളി പടമാണ്. എവിടെ കാണും നമ്മളെ പറ്റിക്കാണോ? അതൊന്നുമല്ല. സ്ട്രേഞ്ചർ കണ്ടു ഞങ്ങള്. അങ്ങനെ വ്ളോഗ് എന്റെ വ്ളോഗിൽ ആദ്യം ഒരു സ്ട്രേഞ്ചർ വന്ന് ഹായ് പറയുന്നു. റേഞ്ചർ അല്ല, ഫാനാണ്. ഫാൻ ബോയ്. പട്ടാമ്പിയിൽ കുറെ ഫാൻസ് ഉണ്ട്.